ഗോത്രവർഗത്തിൽപ്പെട്ട 5000-ഓളം പേർ അധിവസിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തം. കിടത്തി ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ പല പ്രാവശ്യം ആരംഭിച്ചെങ്കിലും നടക്കാതെ പോവുകയായിരുന്നു. വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ളതും ആദിവാസി കുടിയേറ്റ മേഖലകൾ ഉൾപ്പെടുന്നതുമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമായി. ഗോത്രവർഗത്തിൽപ്പെട്ട 5000-ഓളം പേർ അധിവസിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിൽ ആകെയുള്ള ഒരു സർക്കാർ ആശുപത്രിയാണ് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം. ഉൾക്കാടുകളിലുള്ള 15 ആദിവാസി കുടികളിൽ 1300-ലധികം വീടുകളിലായി താമസിച്ചു വരുന്ന ആദിവാസികൾ അസുഖം വന്നാൽ 10-30 കിലോമീറ്റർ കൊടുംവനത്തിലൂടെ രോഗികളെയും കൊണ്ട് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തണം. ഡോക്ടറും വേണം, കാരണം ഇവിടെ എപ്പോഴും ആളും സീരിയസ് ആയ രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ സ്ഥിരം ഒരു രോഗിയാണ്. എനിക്ക് എപ്പോഴും മരുന്ന് കൊണ്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു കിടപ്പ് രോഗികളെ കിടത്തണം. അതിനുള്ള ചികിത്സ സഹായം വേണം. ആശുപത്രിക്കായുള്ള മുറവിളി ശക്തമായതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ പല പ്രാവശ്യം ആരംഭിച്ചെങ്കിലും നടക്കാതെ പോവുകയായിരുന്നു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും കിടത്തി ചികിത്സ എന്ന കുട്ടമ്പുഴക്കാരുടെ പൊതു ആവശ്യത്തോടുള്ള അനധികൃതരുടെ അവഗണന തുടരുകയാണ്. ഇപ്പോൾ നവകേരള സദസ്സിന്റെ പരിഗണനയിലാണ് ഈ വിഷയം. മലക്കണ്ടം, വേണൂർക്കുടി, ഉരുളനന്നി, പൂയംകുട്ടി, കല്ലേലുമേട്, മണിയണ്ടഞ്ചാല് ഇങ്ങനെയുള്ള ആദിവാസി മേഖലകളും അതോടൊപ്പം തന്നെ മറ്റ് ജനവാസ കൂടുതലുള്ള ഈ പ്രദേശത്തും ഇഞ്ചത്തൊട്ടിയും എല്ലാം ഇതിൽ പെട്ടതാണ്. ഈ പഞ്ചായത്തിൽ പെട്ട ഇവിടെ ആകപ്പാടെ ഒരു സർക്കാർ ആശുപത്രി ഉള്ളതാണ്. ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള കെട്ടിടങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആയിട്ടില്ല. അതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ളൊരു സൗകര്യം ഇതുവരെ വന്നിട്ടില്ല. അത് എത്രയും വേഗം വന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക്, ഈ പഞ്ചായത്തിലുള്ളവർക്ക് മൊത്തം അത് വളരെ പ്രയോജനകരമായിരിക്കും. ഈ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് ഒരുപാട് അകലേക്കൊക്കെ പോയി വരുമ്പോഴത്തേനും പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഈ പ്രസവ കേസുകൾ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞാൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് കൂടുതൽ ഉപകാരമായിരിക്കും. വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട 1000 കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കിടത്തി ചികിത്സ കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കിടത്തി ചികിത്സ ആരംഭിച്ചാൽ 1000 കണക്കിന് പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കുമെന്നും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CBK പറഞ്ഞു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 15ഓളം ആദിവാസി കുടികളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ 20-30 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇവിടെ വന്ന് ചികിത്സയ്ക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ കോതമംഗലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു 6 മണി വരെയാണ് ഇവിടെ ചികിത്സയുള്ളൂ. ഇതൊരു കിടത്തി ചികിത്സ ആശുപത്രിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ 10-35,000-ഓളം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി മാറും. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായി ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളൊരു ആദിവാസി സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്